ഒരു വർഷം മുമ്പാണ് ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ, അൻവർ റഷീദ്, സമീർ താഹിർ എന്നിവർ ഒന്നിക്കുന്ന പുതിയ ചിത്രമായ ആവേശത്തെപ്പറ്റി കേട്ടത്. ചിത്രത്തിൻ്റെ ഇതിവൃത്തത്തെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ഇതൊരു തിയേറ്ററിൽ ആവേശം കൊള്ളിക്കുന്ന ചിത്രമാണെന്ന് കരുതിയിരുന്നു. മലയാളികളുടെ ആവേശമായ ഫഫായുടെ ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റിയിട്ടാണ് ഈ റിവ്യൂ. ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ബാംഗ്ലൂരുള്ള ഒരു കോളേജിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗിങ്ങിൻ്റെ ഭാഗമായി തുണി വലിച്ചൂരി പബ്ലിക്കായി നടത്തി ഒരു റൂമിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഇതിൻ്റെ പ്രതികാരമെന്നോണം ജൂനിയേഴ്സ് ഒരു ലോക്കൽ സപ്പോർട്ട് തേടുകയാണ്. അതിനായി അവർ പോകുന്നത് ലോക്കൽ ബാറുകളിലേക്കാണ്. അവിടം വെച്ച് അവിചാരിതമായി അവർ രംഗ എന്ന ഗാങ്സ്റ്ററിനെ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടലിന് ശേഷം അവരുടെ തലവര തന്നെ അങ്ങോട്ട് മാറുകയാണ്. ഫഫായുടെ ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ്, അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. ആവേശം കൊള്ളിക്കുന്ന ഒരുപാട് സീനുകളും ഒരുപാട് കോമഡികളും ഈ ചിത്രത്തിലുണ്ട്. ജിത്തു മാധവൻ്റെ സംവിധാനം, സ്ക്രിപ്റ്റ്, സമീർ താഹിറിൻ്റെ ഛായാഗ്രഹണം, സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക് എല്ലാം ഈ ചിത്രത്തെ തിയേറ്റർ വാച്ചാക്കുന്നു. ഒരുപക്ഷെ രണ്ടാമതായി ചിത്രം ഒന്ന് കാണാൻ പോലും എന്നെ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ ജയമോഹനെ പോലെയുള്ള 100 സിംഹാസനങ്ങൾ തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം രംഗയും പിള്ളേരും അത്ര വെടിപ്പല്ല. സോ ഈ ചിത്രം തിയേറ്ററിൽ ചെന്ന് തന്നെ നിങ്ങൾ കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. മോനെ, അപ്പോൾ നാളെ